ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കി പ്രവാസ ലോകവും UAE-യിൽ വിപുലമായ പരിപാടികളാണ് അരങ്ങേറിയത്. ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ദേശസ്നേഹം ഒട്ടും കുറയാതെ തന്നെയായിരുന്നു പ്രവാസ ലോകത്തെ സ്വാതന്ത്ര്യദിനാഘോഷവും. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ രാവിലെ 6:30 കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തിയതോടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം കോൺസുൽ ജനറൽ വായിച്ചു. It gives me immense pleasure to wish all my fellow countrymen here in Dubai, across all Emirates and across the world, a very happy 79th Indian Independence Day. As you have seen, we had the event today early in the morning because of the weather, but the kind of enthusiasm and participation and vigor that we have seen, that reflects the love and affection that Pravasi Indians have for their motherland. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക വാണിജ്യരംഗത്തെ പ്രമുഖരും സാധാരണക്കാരും തൊഴിലാളികളും വിവിധ സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം കോൺസുലേറ്റിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്തു. ദേശഭക്തി ഗാനങ്ങൾ അടക്കമുള്ള കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. Special moment that we are here at the Consulate of Dubai, and being a proud Indian in Dubai, citizen of India in Dubai, is a very special moment to celebrate here in the Consulate of Dubai. അബുദാബി ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ശേഷം രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ സ്ഥാനപതി വായിച്ചു. കലാപരിപാടികളും അരങ്ങേറി. നൂറുകണക്കിന് പ്രവാസികളാണ് UAE-യിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായത്. പ്രവാസി ഭാരതീയരിൽ ദേശഭക്തി ഉണർത്തുന്ന പരിപാടികളോടെയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തിരശ്ശീല വീണത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് രഞ്ജിത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സബാസ്റ്റ്യൻ ജനം.